എടാ ഈ വട്ടം എനിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുക മീൻസ് എൻ്റെ ശമ്പളം മാത്രമല്ല സൈഡിൽ നിന്നും കുറച്ച് പൈസ വന്നേ. പക്ഷെ എന്തോ ചെയ്യാനാന്നറിയൂടാ, മാസം അവസാനമാവുന്നതിന് മുമ്പ് തീരുകയും ചെയ്ത് ഇപ്പം ഒട്ടും പൈസ ഇല്ലാഞ്ഞിട്ട് ഏറ്റവും അവസാനം ഗതികേട് കൊണ്ട് കടം വരെ മേടിച്ചിട്ടാടാ ഈ മാസം തള്ളി എനിക്ക്. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു അനുഭവം നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാര്യം പറഞ്ഞുതരാം. ആക്ച്വലി നമ്മൾ ഒരു വലിയ എമൗണ്ട് ചിലവാക്കിയത് കൊണ്ടല്ല നമുക്ക് ഈ പണി കിട്ടിയത്. നമ്മൾ ചെറിയ എമൗണ്ട് ചിലവാക്കിയിട്ട് ശ്രദ്ധിച്ചില്ല, അത് തന്നെ സംഭവം. ഇതിപ്പം സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വെച്ചാൽ പാടാ, എങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ചെയ്തു നോക്കിയാൽ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. കാര്യം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടി എങ്ങോട്ടാണ് ഈ പൈസ പോകുന്നത്. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ സെൽഫായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അതിനകത്തോട്ട് നമ്മൾ എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ ടീ ആണെങ്കിൽ ടീ, അതിൻ്റെ അടുത്ത് ഈ 50 രൂപ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തിട്ടിരുന്നാൽ മതി. അങ്ങനെ ഒരു വീക്കെൻഡിലോ മന്തിലോ അതൊന്ന് കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ പൈസ പോയത്. അപ്പം ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പൈസ എവിടെ പോകുന്നതെന്ന് അറിയാം. അവസാനം കാലം ചിന്തിക്കണ്ടേ. അപ്പോൾ ശരിയെന്ന്.